പുത്തിട്ടാതി ജലമേളയ്ക്കൊരുങ്ങി ആറന്മുള. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന മത്സരത്തിൽ 52 പള്ളിയോടങ്ങൾ അണിചേരും. ജലഘോഷയാത്ര ഇന്ന് മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ വള്ളംകളി ഫ്ലാഗ് ഓഫ് ചെയ്യും. പമ്പയുടെ ഓളങ്ങളിൽ വള്ളമിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ജലഘോഷയാത്രയുടെയും ഒപ്പം തന്നെ വള്ളംകളിയുടെയൊക്കെ ആവേശത്തിൽ തന്നെയാണ് ആറന്മുളയും പത്തനംതിട്ടയൊക്കെ ഉള്ളത്. ഇന്ന് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ A-B ബാച്ചുകളിലായി 52ഓളം പള്ളിയോടങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പമ്പയാറ്റിൽ നീറ്റണിയുക. അതിനുശേഷം വളരെ ശക്തമായൊരു മത്സരം നടക്കും. അങ്ങനെ മത്സരത്തിനൊടുവിൽ 1ാം സ്ഥാനത്തെത്തുന്ന A-B ബാച്ചുകളിലെ വള്ളങ്ങൾക്ക് മന്നം ട്രോഫി ഉൾപ്പെടെ കൈമാറും. ഈ ആറന്മുളക്കാരെ സംബന്ധിച്ച്, പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച് ഈ ആറന്മുള വള്ളംകളിയോടുകൂടിയാണ് അവരുടെ ഓണാഘോഷങ്ങൾക്കൊക്കെ തന്നെ സമാപനം കുറിക്കപ്പെടുക. അപ്പോൾ അതിൻ്റെ വലിയ ഒരു ആവേശമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പള്ളിയോട സേവാ സമിതിയുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ ക്രമീകരണങ്ങളൊക്കെയാണല്ലോ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? ഏതാ പള്ളിയോട സേവാ സമിതിയുടെ ഭാഗത്ത് വലിയ ക്രമീകരണങ്ങൾ, ഇതിനെല്ലാം ക്രമീകരണങ്ങൾ തന്നെയാണ്. എല്ലാ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ വിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. ഏതാണ്ട് 51 പള്ളിയോടങ്ങൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ വിട്ടുള്ള ഷാർട്ടിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ട് നിശ്ചയിച്ചിട്ടാണ് ഇപ്രാവശ്യവും ഈ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.